ഹായ്, ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഈ തേങ്ങാദോശ കറി ഇല്ലാതെ വെറുതെ കഴിക്കാൻ പോലും നല്ല ടേസ്റ്റാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരി അല്ലെങ്കിൽ ഇഡ്ഡലി റൈസ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി, ഏതായാലും കുഴപ്പമില്ല. ആദ്യം വെള്ളം തെളിയുന്നത് വരെ അരി നന്നായിട്ട് കഴുകിയെടുക്കാം. അതിനുശേഷം നല്ല വെള്ളം ചേർത്തിട്ട് കുതിർക്കാനായിട്ട് വയ്ക്കണം. നമുക്ക് കുറഞ്ഞത് ഒരു 4 മണിക്കൂർ നേരത്തേക്ക് കുതിർക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ ദേ അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി അരിയിലെ വെള്ളം മാറ്റിയിട്ട് അരിക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് എടുക്കാം കേട്ടോ. ഇതിലേക്ക് 1/2 കപ്പ് ചോറ് ചേർക്കണം. പിന്നെ 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഫ്രഷായിട്ട് ചിരകിയെടുത്ത തേങ്ങയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അരിക്കാനുള്ള വെള്ളം ചേർക്കുമ്പോൾ കൂടിപ്പോകരുത്. അരിക്കുമ്പോൾ കുറച്ചായിട്ട് നോക്കിയിട്ട് ചേർത്താൽ മതി. അരിയുടെ ഒരു 1/4 ഭാഗം വരുന്ന രീതിയിൽ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ അരയണേ. ഈ മാവ് തിക്കായിട്ടല്ല ഉള്ളത്, എന്നാൽ ഒത്തിരി ലൂസും അല്ല. ഈ ഒരു രീതിയിലാണ് മാവ് വേണ്ടത്. അപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. മിക്സിയുടെ ജാറിലേക്ക് 2 ചെറിയ സ്പൂൺ വെള്ളം ചേർത്തിട്ട് അതും മാവിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പം ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഇതുപോലെ തേങ്ങയും ചോറും ഒക്കെ ചേർത്ത് അരക്കാറുണ്ട്. പക്ഷെ അതിൽ നമ്മൾ ഈസ്റ്റോ അല്ലെങ്കിൽ കള്ളോ ഒക്കെ ചേർക്കും. ഈ മാവ് റെഡിയായ ശേഷം അധികം പുളിയൊന്നും ഉണ്ടാവില്ല. നല്ല ബാലൻസ് ആയ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിത് ഓവർനൈറ്റ് വയ്ക്കാം. മൂടി വെച്ചിട്ടുണ്ട്. മൂടി വയ്ക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് മൂടണ്ട, കുറച്ചൊന്ന് എയർ കയറുന്ന രീതിയിൽ മൂടിയാൽ മതി. ഞാനിപ്പോൾ 10 മണിക്കൂറിന് ശേഷം എടുത്തതാണ്. മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ദോശ പാനിലേക്ക് എണ്ണയൊന്നും ചേർത്തിട്ടില്ല. പാൻ നല്ല ചൂടാകുമ്പോൾ മാവ് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പരത്തിയാൽ മതി കേട്ടോ. ഇത് ചെറിയൊരു തിക്കിലാണ് വേണ്ടത്. ഇങ്ങനെ ഹോൾസ് വന്ന ശേഷം മൂടി വെച്ചിട്ട് തീ കുറയ്ക്കാം. ഈ ദോശ മറിച്ചിടൊന്നും വേണ്ട, ഫുള്ളൊന്ന് കുക്കായ ശേഷം പാനിൽ നിന്ന് മാറ്റാം. ഇഷ്ടമുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലും അല്പം തേങ്ങയും കുറച്ച് നെയ്യും ഒക്കെ ചേർത്തിട്ട് എടുക്കാം കേട്ടോ. കുറച്ചുകൂടെ ടേസ്റ്റാണ്. മാവ് ഒഴിക്കുമ്പോൾ ദോശക്കല്ലിന് നല്ല ചൂടുണ്ടാകണം, എന്നാലേ നല്ല ഹോൾസ് ആയിട്ട് വരുള്ളൂ. പിന്നെ തീ കുറച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്